അറിയപ്പെടാൻ മുറിച്ചു നൽകുന്ന ദിവ്യ സ്നേഹകാരുണ്യമേ, അൾത്താരയിൽ നിന്നും അകതാരിലേക്ക് ഒഴുകും സ്നേഹപ്രവാഹമേ, ഒഴുകും സ്നേഹപ്രവാഹമേ. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ രക്തം മുഴുവൻ എണ്ണയായി മാറുവാനും ഞരമ്പുകൾ തിരിയായി എരിയുവാനും അങ്ങനെ അവ മുഴുവൻ ദൈവസ്തുതിക്കായി കത്തിജ്വലിക്കുന്നത് കാണുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ അഗസ്റ്റിൻ. ഈശോയിൽ പ്രിയമുള്ളവരെ, ബലിയും ജീവിതവും എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യേശുവിൻ്റെ വലിയ സ്നേഹം അനുഭവിച്ചറിയാൻ നമ്മൾക്ക് അവസരം ലഭിക്കുന്ന വിശുദ്ധ കുർബാന അനുഭവവേദ്യമായിട്ട് അർപ്പിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി അവയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ശ്രമിക്കുകയാണ്. കുർബാന നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാവേണ്ടതാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രം വിശുദ്ധ കുർബാനയാണ്. ഈ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതം യഥാർത്ഥത്തിൽ നയിക്കണമെങ്കിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള യഥാർത്ഥമായ അറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. അറിയുന്ന വിശ്വാസമേ പ്രഘോഷിക്കാനായിട്ടും ജീവിക്കാനായിട്ടും നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. ഈ അറിവിൻ്റെ ഭാഗമായിട്ട് തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ, കുർബാനയെ കൂടുതൽ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് കൃപ തരട്ടെ. ഇന്ന് നമ്മൾ വിചിന്തന വിഷയമായിട്ട് എടുത്തിരിക്കുക വിശുദ്ധ കുർബാനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ വചന ശുശ്രൂഷയെക്കുറിച്ചാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ വിശുദ്ധ കുർബാനയ്ക്ക് 2 പ്രധാന ഭാഗങ്ങളുണ്ട്. വചന ശുശ്രൂഷയും കൃതജ്ഞതാ പ്രാർത്ഥനാ ശുശ്രൂഷയും. വചനത്തിൻ്റെ മേശയും അപ്പത്തിൻ്റെ മേശയും. ഈ 2 മേശയിൽ നിന്നും ഭക്ഷിക്കുവാനായിട്ടാണ് തിരുസഭ നമ്മളെ ക്ഷണിക്കുന്നത് ഓരോ കുർബാനയിലും. ഈ വചന ശുശ്രൂഷയെ വളരെ പ്രാധാന്യത്തോടുകൂടെ കാണണമെന്നാണ് തിരുസഭ നമ്മളെ ഓർമ്മിപ്പിക്കുക. ഒരുപക്ഷെ കുർബാനയിലെ വചന ശുശ്രൂഷയുടെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം, അതിൻ്റെ അർത്ഥമറിയത്തില്ലാത്തത് കൊണ്ടായിരിക്കാം പലപ്പോഴും വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുക്കാൻ ചിലരെങ്കിലും ശ്രദ്ധ കാണിക്കാതിരിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ 2 ഭാഗങ്ങളെ ഒന്നിച്ചു കാണണമെന്നാണ് തിരുസഭ നമ്മളെ പഠിപ്പിക്കുക. വചന ശുശ്രൂഷയും അതുപോലെ തന്നെ സ്തോത്രയാഗ ശുശ്രൂഷയും ഒരുപോലെ കാണേണ്ടതാണ്, ഒരുമിച്ച് പോകേണ്ടതാണ്. ഇവ തമ്മിൽ വലിയ ഒരു ഐക്യം നിലനിൽക്കുന്നുണ്ട്. ഈ നിക്ഷേപത്തിൽ നിന്ന്, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ നിക്ഷേപത്തിൽ നിന്ന് ദൈവജനം ആവോളം ആസ്വദിക്കാനുള്ള, ആവോളം ഭക്ഷിക്കാനുള്ള അവസരമാണ് കുർബാനയിലെ വചന ശുശ്രൂഷ നമ്മൾക്ക് നൽകുന്നത്. സഭയുടെ പ്രബോധനങ്ങളൊക്കെ തന്നെ ഈ ആധുനിക കാലഘട്ടത്തിലുള്ളത് വചന ശുശ്രൂഷയുടെ പ്രത്യേകതയെക്കുറിച്ച് വളരെ താല്പര്യപൂർവ്വം പഠിപ്പിച്ചിട്ടുണ്ട്. 2-ാം വത്തിക്കാൻ സൂനകദോസിൻ്റെ ആരാധനക്രമത്തെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ 51ഉം 52ഉം ഖണ്ഡികകളിൽ വളരെ വ്യക്തമായിട്ട് വചന ശുശ്രൂഷയുടെ പ്രാധാന്യത്തെ എടുത്തു പറയുന്നുണ്ട്. വചന ശുശ്രൂഷ ഏറ്റവും ശ്രദ്ധയോടുകൂടെ നടത്തേണ്ടതാണ്. ഏറ്റവും ശ്രദ്ധയോടുകൂടെ നടത്തേണ്ട ഒരു കാര്യമാണ്. കാരണം ദൈവം തന്നെ മനുഷ്യനോട് സംസാരിക്കുന്ന അവസരമാണ് കുർബാനയിലെ വചന ശുശ്രൂഷയുടെ ഭാഗം. അതുകൊണ്ട് ഈ വിശ്വാസികൾ വചനത്താൽ ധന്യരാകുവാൻ, വചനത്താൽ നയിക്കപ്പെടുവാൻ ഈ ശുശ്രൂഷ ഉപകരിക്കണം എന്നാണ് സഭ ആഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ യേശു പറയുന്ന വാക്യം ശ്രദ്ധേയമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1349 ഖണ്ഡികയിൽ
വചനത്തെ ദൈവവചനമായിട്ട് സ്വീകരിക്കാൻ വിശ്വാസികളെ കുർബാനയിലെ വചന ശുശ്രൂഷ വഴി പഠിപ്പിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്നു. വചനത്തെ ദൈവവചനമായിട്ട് സ്വീകരിക്കാൻ, അത് ക്രിസ്തീയ ജീവിതത്തിൽ പകർത്തുവാനുള്ള അവസരമായിട്ട് വചന ശുശ്രൂഷയെ ഉപയോഗിക്കണം. പ്രിയമുള്ളവരെ, തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ, 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 15-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് പറയുക: അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്തു മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവൻ. ഞങ്ങൾ വചനം മുഖേന നിങ്ങളെ പഠിപ്പിച്ച പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുവൻ. വചന ശുശ്രൂഷ ദൈവജനത്തെ പഠിപ്പിക്കാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കണം എന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസ ജീവിതത്തെക്കുറിച്ചും വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചും ദൈവജനത്തെ പഠിപ്പിക്കാനുള്ള അവസരമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചതുപോലെ അതിനുള്ള അവസരമായിട്ട് വചന ശുശ്രൂഷയെ ഉപയോഗിക്കണം എന്ന് സഭ ആവശ്യപ്പെടുന്നു. വചനം തേൻ പോലെ മധുരിക്കുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക. ദൈവവചനം തേൻ പോലെ മധുരിക്കുന്നതാണ്. സങ്കീർത്തനത്തിലും ജെറമിയായുടെ പുസ്തകത്തിലും എസക്കിയേലിൻ്റെ പുസ്തകത്തിലുമൊക്കെ ദൈവവചനത്തിൻ്റെ ഈ മനോഹാരിത ഒത്തിരിയേറെ നമുക്ക് വായിച്ചറിയാവുന്നതാണ്. വിശുദ്ധ കുർബാനയിലാണ് ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കാനുള്ള അവസരം വിശ്വാസികൾക്ക് ലഭിക്കുന്നത്. കാരണം വിശുദ്ധ ബലിയിലെ വചന ശുശ്രൂഷയിൽ വചനം കേൾക്കുക മാത്രമല്ല ചെയ്യുന്നത്, വചനം വ്യാഖ്യാനിച്ച് കിട്ടുകയും ചെയ്യുന്നു. സഭ ദൈവജനത്തിനായിട്ട് വചനത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ഓരോ വചന ശുശ്രൂഷയിലും വചനം ശ്രവിക്കുക മാത്രമല്ല, ആ വചനത്തിൻ്റെ അർത്ഥം പുരോഹിതൻ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ സ്നേഹത്തിൻ്റെ കൂദാശ എന്നുള്ള അപ്പസ്തോലിക പ്രബോധനത്തിൽ 46-ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞ ഒരു പ്രത്യേക കാര്യമുണ്ട്. വളരെ ശ്രദ്ധാപൂർവം വേണം വൈദികർ വചന ശുശ്രൂഷയെ കാണാൻ. വളരെ ഗൗരവതരമായ ഉത്തരവാദിത്തമായി കാണുകയും വചന വ്യാഖ്യാനം വളരെ ഗൗരവമായിട്ട് ഒരുങ്ങുകയും ചെയ്യണം. പ്രിയമുള്ളവരെ, സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് കുർബാനയിലെ വചന ശുശ്രൂഷയെ എത്രയോ ഗൗരവതരമായിട്ട് എടുക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ടെന്നറിയാമോ? അച്ഛന്മാരുടെ വലിയ ഉത്തരവാദിത്തമായിട്ടാണ് പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ വചന വായനയ്ക്ക് ശേഷമുള്ള സുവിശേഷ പ്രഭാഷണത്തെ കാണുക. വലിയ ഉത്തരവാദിത്തം. ദൈവജനത്തിന് അവകാശമുണ്ട് വചനത്തിൻ്റെ വ്യാഖ്യാനം കിട്ടുവാനായിട്ട്. ആ വ്യാഖ്യാനം കിട്ടുവാൻ അവകാശമുള്ളത് കൊണ്ട് ഒരുങ്ങി ഉത്തരവാദിത്വത്തോടുകൂടെ ഈ കർത്തവ്യം നിർവഹിക്കണം എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഓരോ വൈദികനെയും പഠിപ്പിക്കുന്നതാണ്. വിശുദ്ധ കുർബാനയിലെ ഈ വചന ശുശ്രൂഷ ഏറ്റവും ഗൗരവമായിട്ടെടുക്കാൻ വിശ്വാസികൾ തയ്യാറാകണം എന്നും സഭ ആഗ്രഹിക്കുന്നുണ്ട്. വചനത്തിലൂടെ യേശുവിനെ അടുത്തറിയാനുള്ള അവസരമാണ് നമ്മൾക്ക് ലഭിക്കുക. കുർബാനയിൽ യേശുവിനെ കേൾക്കുവാനായിട്ട്, യേശുവിൻ്റെ വചനം കേൾക്കുവാൻ, അവൻ്റെ നാവിൽ നിന്ന് വരുന്ന വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനുള്ള വലിയ അവസരം സഭ ഒരുക്കി തരികയാണ്. നമുക്കറിയാം, കുർബാനയിലെ വചന ശുശ്രൂഷയുടെ പശ്ചാത്തലം യഹൂദ സിനഗോഗ ലിറ്റർജിയുടെ പശ്ചാത്തലമാണ്. യഹൂദ സിനഗോഗിൽ വചന വായനയും വ്യാഖ്യാനവും ഉണ്ടായിരുന്നു. അതേ ശൈലിയിൽ തന്നെയാണ് നമ്മുടെ കുർബാനയിലും വചനത്തിൻ്റെ മേശ ഒരുക്കിയിരിക്കുക. വചനത്തിൻ്റെ മേശ ഒരുക്കി വചന പ്രഘോഷണം നടത്തുക. യേശു ശിഷ്യന്മാരോടൊപ്പം ചെയ്ത അതേ ശൈലി തന്നെ യേശു ശിഷ്യന്മാരെ വചനം കൊണ്ട് പഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ അവരോടൊപ്പം അപ്പം മുറിച്ച് ഭക്ഷിച്ചു. ഇതേ ശൈലിയാണ് കുർബാനയിൽ നമ്മൾ ആവർത്തിക്കുന്നത്. വചന വിരുന്നൊരുക്കി കൊടുക്കുന്നു കുർബാനയിൽ. അതിനുശേഷം അപ്പത്തിൻ്റെ മേശയിലേക്ക് ഈ വചനത്താൽ നിറയപ്പെട്ടവരെ ആനയിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധയോടുകൂടെ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സഭ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ. വചന ശുശ്രൂഷയിൽ സംസാരിക്കുന്നത് ഈശോ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കുർബാനയിലെ വചന ശുശ്രൂഷയ്ക്ക് വളരെ പ്രാധാന്യവും ആ കർമ്മത്തിൻ്റെ പ്രത്യേകതയുമൊക്കെ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ്. വിശുദ്ധ ഗ്രന്ഥ വായനയുടെ സമയത്ത് പുരോഹിതൻ ചെയ്യുന്ന കർമ്മം എന്താണെന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാകും. പ്രധാന അൾത്താരയിൽ നിന്ന് തൻ്റെ മുഖം മറച്ച്, സുവിശേഷ ഗ്രന്ഥം കൊണ്ട് തൻ്റെ മുഖം മറച്ചു പിടിച്ച് ധൂപക്കുറ്റിയും അതുപോലെ കത്തിച്ച തിരികളുമായി ശുശ്രൂഷികളാൻ അനുഗതനായിട്ടാണ് വചനപീഠത്തിലേക്ക് അച്ഛൻ വരിക. ഈ സുവിശേഷ ഗ്രന്ഥം കൊണ്ട് മുഖം മറച്ചതിനൊരു കാരണമുണ്ട്.
സുവിശേഷം ഗ്രന്ഥം കൊണ്ട് മുഖം മറച്ചതിൻ്റെ കാരണം ഞാനല്ല സംസാരിക്കുന്നത്, ക്രിസ്തുവാണ് സംസാരിക്കുന്നത് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട്. വചനപ്രഘോഷണത്തിൽ ക്രിസ്തുവാണ് സംസാരിക്കുന്നത്, ഒരിക്കലും പുരോഹിതൻ തൻ്റെ ഇഷ്ടം പറയുന്ന സമയമല്ലത്. ക്രിസ്തുവാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് കാണിക്കുവാൻ വചനഗ്രന്ഥം കൊണ്ട് തൻ്റെ മുഖം മറച്ചിട്ടാണ് വചനപീഠത്തിലേക്ക് കത്തിച്ച തിരികളോടുകൂടെ ഈ പുരോഹിതൻ നടന്നു വരിക. പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധയോടുകൂടെ ഈ കർമ്മത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ടതാണ്. പുരോഹിതൻ്റെ വചനങ്ങളെ ദൈവത്തിൻ്റെ വചനങ്ങളായിട്ട് സ്വീകരിക്കാൻ പാലസ്തീനായിലൂടെ ഗലീലയിലൂടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചു നടന്ന, മനുഷ്യരെ ആശ്വസിപ്പിച്ച, കരുണ കാണിച്ച, സ്നേഹം കൊടുത്ത യേശുവിൻ്റെ അതേ വചനം, അതേ യേശു തന്നെ നമ്മളോട് കുർബാനയിൽ ആശ്വാസത്തിൻ്റെ വചനവുമായിട്ട് സദ്വാർത്തയുമായിട്ട് വരുന്ന നിമിഷമാണ് ഈ കുർബാനയിലെ വചന പ്രഘോഷണ നിമിഷം. ഈ ശുശ്രൂഷയെ ഏറ്റവും കാര്യമായിട്ട് പരിഗണിക്കുവാൻ സഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ യേശുവിൽ നിന്ന് കേൾക്കുന്നത് പോലെ കേൾക്കാൻ, യേശുവിൽ നിന്ന് സ്വീകരിക്കുന്നത് പോലെ അവയെ സ്വീകരിക്കാൻ ഉള്ള വലിയ മനസ്ഥിതി നമ്മുടെ മനസ്സിനുണ്ടായിരിക്കണം. തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിനൊരുക്കിയേ പറ്റൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മളെ ഒരുക്കേണ്ടത്. വചനം പറയുന്ന വൈദികനെ മാത്രമല്ല, വചനം ശ്രവിക്കുന്നവരെയും പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കും. ഈ ഒരുക്കം നമ്മുടെ മനസ്സിൽ നടന്നെങ്കിലേ, പരിശുദ്ധാത്മാവിനോടുള്ള തുറവി കാണിച്ചെങ്കിൽ മാത്രമേ പ്രിയമുള്ളവരെ വചനത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ നമ്മൾക്ക് പറ്റുകയുള്ളൂ, വചനം ഭക്ഷിക്കുവാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ. എങ്ങനെയാണ് വചനം ഭക്ഷിക്കുന്നത്? നമ്മൾ ദൈവവചനം ഭക്ഷിക്കാനായിട്ട് എപ്പോഴാണ് പറ്റുന്നത്? നമുക്കറിയാം, ശാരീരിക ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ദഹിച്ച് നമ്മുടെ ശരീരത്തോട് ചേരുമ്പോഴാണ് അത് നമുക്ക് ശക്തി നൽകുക. ദഹിക്കാത്ത ഭക്ഷണം നമുക്കറിയാം ഒരിക്കലും ശരീരത്തോട് ചേർക്കപ്പെടുന്നില്ല, അത് നമുക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല. ദഹിക്കാത്ത ഭക്ഷണം നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വചനം ദഹിക്കണം, വചനം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീരണം. എങ്ങനെയാണ് വചനം ദഹിക്കുക? വചനം ഭക്ഷണമായി നമ്മുടെ ശരീരത്തോട് ചേർക്കപ്പെടുക വചനം മനനം ചെയ്യുമ്പോൾ, വചനം പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ മനനം ചെയ്ത് ധ്യാനിച്ച് സ്വന്തമാക്കുമ്പോൾ വചനം നമുക്ക് ഭക്ഷണമായി തീരുകയാണ്. വചനം നമ്മുടെ ജീവിതത്തോട് ചേരുകയാണ്. എൻ്റെ ജീവിതത്തിന് ആവശ്യമായത് വചനം നമ്മൾക്ക് തരികയാണ്. ദഹിക്കാതെ കിടക്കുന്ന ഭക്ഷണം ശരീരത്തോട് ചേരാത്തതുപോലെ മനനം ചെയ്യപ്പെടാത്ത, വ്യാഖ്യാനിക്കപ്പെടാത്ത വചനവും എനിക്ക് ജീവൻ നൽകുകയില്ല. അതുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിൽ വൈദികൻ സഭയുടെ നാമത്തിൽ ചെയ്യുക, ക്രിസ്തുവിൻ്റെ വചനങ്ങളെ മനനം ചെയ്ത് ധ്യാനിച്ച് ദൈവജനത്തിനായിട്ട് വിരുന്ന് വിളമ്പിക്കൊടുക്കുകയാണ്. ദഹിക്കത്തക്ക രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു തരുന്ന നിമിഷമാണത്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ രീതിയിൽ വചനത്തെ വ്യാഖ്യാനിച്ചു തരുന്ന നിമിഷം. അതുകൊണ്ട് വചന ശുശ്രൂഷയെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് രണ്ടാം വത്തിക്കാൻ സുനകദോസിൻ്റെ ആരാധനക്രമത്തെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്, വചന ശുശ്രൂഷ ആ കുർബാനയുടെ പ്രധാന ഭാഗമായിട്ട് തന്നെ ദൈവജനം കാണണം. കുർബാനയുടെ പ്രധാന ഭാഗമായിട്ട് ദൈവജനം കാണണം. അതുകൊണ്ട് വചന ശുശ്രൂഷ ഏറ്റവും താല്പര്യത്തോടുകൂടെ സമീപിക്കാൻ സഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഈ വചന ശുശ്രൂഷയുടെ പ്രാധാന്യം മനസ്സിലാക്കാത്ത വ്യക്തിക്ക് കുർബാനയെ അനുഭവിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് വൈദികനും ദൈവജനത്തിനും ഈ വചന ശുശ്രൂഷയിൽ പ്രാർത്ഥനാപൂർവ്വം പങ്കെടുക്കാൻ, പരിശുദ്ധാത്മാനായിട്ട് തങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുത്ത് ഇരിക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്ന് മറന്നു പോകരുത്. ഓരോ വൈദികനും തൻ്റെ ദൈവജനത്തിന് വേണ്ടിയിട്ട് ഈ ആത്മീയ ഭക്ഷണം ഒരുക്കേണ്ടവനാണ്, ഈ വചന ഭക്ഷണം ഒരുക്കേണ്ടവനാണ് പുരോഹിതൻ. അതുകൊണ്ട് തന്നെ തനിക്കിഷ്ടമുള്ളത് പറയാനുള്ള അവസരമല്ല വചന ശുശ്രൂഷയുടെ അവസരം. യേശുവിന് തൻ്റെ ജനത്തോട് പറയാനുള്ളത്, ദൈവത്തിന് തൻ്റെ ജനത്തോട് പറയാനുള്ളത് പറയാൻ വിളിക്കപ്പെട്ടവനാണ് കുർബാനയിൽ വൈദികൻ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ വചനം പങ്കുവയ്ക്കുന്ന വൈദികന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇരിക്കാൻ. കാരണം ദൈവജനത്തിന് ആവശ്യമായിട്ടുള്ളത് തമ്പുരാൻ്റെ പക്കൽ നിന്ന് സ്വീകരിച്ച് ദൈവജനത്തിന് വിളമ്പുന്ന നിമിഷമാണത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, കുർബാനയുടെ രണ്ട് വലിയ ഭാഗങ്ങളെ, വചന ശുശ്രൂഷയും സ്തോത്രയാഗ ശുശ്രൂഷയും ഒരുപോലെ കാണുവാൻ, ഈ വചന ശുശ്രൂഷയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് സ്തോത്രയാഗ ശുശ്രൂഷയിലേക്ക് പോകുവാൻ, അപ്പത്തിൻ്റെ മേശയിലേക്ക് പോകുവാൻ തിരുസഭ നമ്മളെ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടെ വചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ കുർബാനയിലും അവിടുത്തെ വചനം ഭക്ഷണമായിട്ട് നമ്മൾക്ക് തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ലോകമെങ്ങുമുള്ള
അൾത്താരകൾക്കരികിലെ സക്രാരികളിൽ ഇന്നും സജീവനായി ജീവിക്കുന്ന ഈശോ തൻ്റെ തിരുവോസ്തിയിലെ സാന്നിധ്യത്തെ സംശയത്തിൻ്റെയും യുക്തിയുടെയും കണ്ണുകൾ കൊണ്ടു നോക്കുന്ന മനുഷ്യർക്കു വേണ്ടി ലോകമെങ്ങും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ ഈ സാന്നിധ്യം ഇന്നും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ മഹനീയത നമുക്ക് മനസ്സിലാകുവാനും അവിടുത്തെ അൾത്താരയിലേക്ക് ചേർന്ന് നിൽക്കുവാനും ഇത് നമ്മെ സഹായിക്കുന്നു. ൽ ഇറ്റലിയിലെ ഓഫിഡയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. ഓഫിഡയിലെ ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന വിശുദ്ധ അഗസ്തീനോസിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിലാണ് നാം ആയിരിക്കുന്നത്. നമ്മോടൊപ്പം ഈ ദേവാലയത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഫാദർ ലൂച്ചിയാനോയുമുണ്ട്. ഇവിടെ തിരിച്ചെത്താനായതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. വളരെ ദൂരെ അമേരിക്കയിൽ നിന്നും വന്ന എല്ലാവരെയും അദ്ദേഹം സ്നേഹപൂർവ്വം ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. In questo santuario dalla lontana America. ഇത്രയും ജനങ്ങൾ ഈ കൊച്ചു നഗരമായ ഒഫീഡയിൽ എത്തിയതിന് അദ്ദേഹം ദൈവത്തിന് നന്ദി പറയുന്നു. കൊച്ചു നഗരമാണെങ്കിലും ഇവിടെ വലിയൊരു അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവം തിരുമനസ്സായി. ഈ സംഭവകഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ അന്ന് നവദമ്പതിമാരായിരുന്ന ജോവാക്കിമും റിച്ചറല്ലയുമായിരുന്നു. പക്ഷേ അവരുടെ വിവാഹം സ്വർഗത്തിൽ നടന്ന ഒന്നായിരുന്നില്ല. ജോവാക്കിം ഒരിക്കലും റിച്ചറല്ലയെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിരുന്നില്ല. വെറുതെ ഒരുമിച്ച് ജീവിക്കുക, ജീവിതം ആസ്വദിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ ഒരു ദിവസം റിച്ചറല്ല തൻ്റെ ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനായി ഒരു മന്ത്രവാദിനിയെ സമീപിച്ചു. മന്ത്രവാദിനി നിർദ്ദേശിച്ച മാർഗം തികച്ചും ക്രൂരമായ ഒന്നായിരുന്നു. ദേവാലയത്തിലെത്തി കുർബാന സ്വീകരണ സമയത്ത് തിരുവോസ്തി വാങ്ങി ഭക്ഷിക്കാതെ ഭവനത്തിലെത്തിക്കുക, തീയിലിട്ട് അത് കത്തിക്കുക. അതിനുശേഷം അതിൻ്റെ ചാരമെടുത്ത് ജോവാക്കിം കുടിക്കുന്ന സൂപ്പിലോ വീഞ്ഞിലോ വിതറുക. അപ്പോൾ അവനിൽ വരുന്ന മാറ്റം റിച്ചറല്ലയ്ക്ക് കാണുവാൻ സാധിക്കും. ഇത് തെറ്റായ ഒരു പ്രവൃത്തിയാണെന്ന് അവൾ അറിഞ്ഞിരുന്നു. എങ്കിലും എന്തു വിലയും കൊടുത്ത് അങ്ങനെ ചെയ്യുവാൻ തന്നെ അവൾ തീരുമാനിച്ചു. അടുത്ത ദിവസം അവൾ ദിവ്യബലിയിൽ സംബന്ധിക്കുവാനെത്തി. ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് വൈദികനിൽ നിന്നും തിരുവോസ്തി സ്വീകരിച്ച് ഭക്ഷിക്കാതെ അവൾ തിരികെ നടന്നു. തൻ്റെ പ്രവൃത്തി ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. ദിവ്യനാഥൻ്റെ ശരീരവുമായി അവൾ തെരുവിലൂടെ ഓടി വീട്ടിലെത്തി. അതിനുശേഷം ഒരു മൺപാത്രത്തിൽ തീ കൂട്ടി തിരുവോസ്തി അതിൽ വെച്ചു. പിന്നീട് കണ്ട കാഴ്ച അവളെ തീർത്തും അത്ഭുതപ്പെടുത്തി. അതാ ദിവ്യകാരുണ്യനാഥൻ്റെ ശരീരം യഥാർത്ഥത്തിൽ ഒരു മാംസ കഷണമായി മാറിയിരിക്കുന്നു. അതിൽ നിന്നും തിരുരക്തം പൊടിയുന്നു. എന്നാൽ തിരുവോസ്തിയുടെ മധ്യഭാഗം ഓസ്തി രൂപത്തിൽ തന്നെ ഇരിക്കുന്നു. അവൾക്ക് എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു. തിരുവോസ്തിയിൽ നിന്ന് രക്തം വാർന്നുകൊണ്ടിരുന്നു. ഒഴുകിയിറങ്ങിയ തിരുരക്തം മൺപാത്രത്തിൽ നിറഞ്ഞു. അവൾ മേശവിരിയെടുത്ത് പാത്രവും തിരുവോസ്തിയും അതിനുള്ളിലാക്കി. തികച്ചും പരിഭ്രാന്തയായ അവൾ മൺപാത്രവും മേശവിരിയും തിരുവോസ്തിയും എല്ലാം എടുത്ത് വീടിന് പുറത്തേക്കോടി. മണ്ണിൽ ഒരു കുഴിയുണ്ടാക്കി എല്ലാം അതിൽ നിക്ഷേപിച്ചു. അന്നു വൈകുന്നേരം ജോവാക്കിം വീട്ടിലെത്തിയപ്പോൾ താൻ ഏറെ സ്നേഹിച്ചിരുന്ന തൻ്റെ കഴുത കൂട്ടിൽ കയറാത്തതെന്തെന്ന് ആശ്ചര്യപ്പെട്ടു. വടിയെടുത്ത് അതിനെ അയാൾ പ്രഹരിച്ചുവെങ്കിലും തിരുവോസ്തി കുഴിച്ചു മൂടപ്പെട്ട സ്ഥലത്ത് മുട്ടിന്മേൽ നിന്ന കഴുത അവിടെ നിന്നും അനങ്ങിയില്ല. ഈ കഴുതയെ ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന റിച്ചറല്ല എന്തെങ്കിലും മന്ത്രം അതിൻ്റെ കൂട്ടിൽ ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതി
അവളെ അയാൾ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി. കഴുതയെ അടിക്കാൻ ഉപയോഗിച്ച വടി ഉപയോഗിച്ച് അവളെയും അവൻ പ്രഹരിക്കുവാൻ തുടങ്ങി. അവളുടെ ജീവിതത്തിലെ അതിദാരുണമായ ദിവസങ്ങളായിരുന്നു പിന്നീട്. എന്തുമാത്രം വലിയ അപരാധമാണ് താൻ ചെയ്തത് എന്ന് അവൾക്ക് മനസ്സിലായി. എങ്കിലും ദൈവം അവളോട് ഇത്ര വലിയ ഒരു തെറ്റ് ക്ഷമിക്കുകയില്ല എന്നു കരുതി 7 വർഷത്തോളം പാപത്തിന്റെ ഭാരവും പേറി അവൾ നടന്നു. അവളുടെ ഹൃദയത്തിന്റെ ഭാരം അവൾക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നെങ്കിലും അവൾ ആരോടും സത്യം തുറന്നു പറഞ്ഞില്ല. അവസാനം ലാൻസിയാനോയിലെ അഗസ്റ്റീനിയൻ ആശ്രമത്തിന്റെ അധികാരിയായ വൈദികന്റെ അടുത്തെത്തി തന്റെ തെറ്റുകൾ അവൾ ഏറ്റുപറഞ്ഞു. വൈദികനോടൊപ്പം അവൾ തിരുവോസ്തി കുഴിച്ചിട്ട സ്ഥലത്തെത്തി. വർഷങ്ങളായി തൊഴുത്തിൽ നിന്നു വരുന്ന മാലിന്യങ്ങൾ അവിടെയാണ് നിക്ഷേപിച്ചിരുന്നത്. എന്നാൽ കുഴിച്ചെടുത്തപ്പോൾ മേശവിരിക്കുള്ളിലെ മാംസരൂപത്തിലായ തിരുവോസ്തി യാതൊരു കേടും പറ്റാതിരിക്കുന്നതാണ് അവർ കണ്ടത്. അദ്ദേഹം ആരെയും ഇതറിയിക്കാതെ തിരുവോസ്തി ഒഫീഡയിലുള്ള അഗസ്റ്റീനിയൻ ആശ്രമത്തിലെത്തിച്ചു. ആശ്രമത്തിന്റെ സുപ്പീരിയർ അത്ഭുതകരമായി മാംസമായി തീർന്ന ഈ തിരുവോസ്തി സൂക്ഷിക്കുന്നതിനും ഈശോയ്ക്ക് ആരാധന അർപ്പിക്കുന്നതിനുമായി നഗരത്തിൽ തന്നെ ഒരു ചാപ്പൽ പണിയുകയുണ്ടായി. പിന്നീട് സുപ്പീരിയറായിരുന്ന ഫാദർ മലച്ചാനിയും മറ്റൊരു സന്യാസിയും കൂടി ദിവ്യകാരുണ്യനാഥന് നൽകുന്നതിനായി പുതിയൊരു സക്രാരി പണിയുന്നതിനു വേണ്ടി വെനീസിലേക്ക് പോയി. ഒരു സ്വർണ്ണപ്പണിക്കാരനെയാണ് അതിനവർ നിയോഗിച്ചത്. വളരെ രഹസ്യമായിട്ടാണ് സന്യാസികൾ കാര്യങ്ങൾ ചെയ്തതെങ്കിലും ആ സ്വർണ്ണപ്പണിക്കാരൻ ഇക്കാര്യങ്ങൾ വെനീസിലെ പ്രഭുവിനോട് പറഞ്ഞു. തിരുവോസ്തിയും പണിതീർത്ത പുതിയ സക്രാരിയുമായി പോകുന്ന സന്യാസികളെ പിന്തുടർന്ന് അത് തങ്ങളുടെ നാടിനു വേണ്ടി സ്വന്തമാക്കുവാൻ പ്രഭു ഒരു കപ്പലിൽ ആളുകളെ അവരുടെ പിന്നാലെ അയച്ചു. പക്ഷേ കപ്പൽ അവരുടെ ചെറിയ വള്ളത്തെ സമീപിക്കാറായപ്പോഴേക്കും കടലിൽ വലിയ തിരമാലകൾ പ്രത്യക്ഷപ്പെട്ടു. കാറ്റും കോളുമുണ്ടായി. അങ്ങനെ അക്രമികളിൽ നിന്ന് സന്യാസികൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയും സുരക്ഷിതരായി ഒഫീഡ നഗരത്തിലെത്തുകയും ചെയ്തു. 13-ാം നൂറ്റാണ്ടു മുതൽ സഭയുടെ ധാരാളം ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് പുറത്തിറങ്ങുകയുണ്ടായി. അതുപോലെ തന്നെ ധാരാളം പഠനങ്ങളും ഈ അത്ഭുതവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രഖ്യാപനങ്ങളും ധാരാളമായി ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ബോനിഫസ് 8-ാമൻ പാപ്പ 1295 സെപ്റ്റംബർ 20-ാം തീയതി ഔദ്യോഗികമായി ഈ അത്ഭുതത്തെ സ്ഥിരീകരിക്കുകയുണ്ടായി. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സ്നേഹിത, ഈ കിടാവിളക്കിൻ്റെ അരികിലിരുന്ന് ഒരു നുറുങ്ങ് ചിന്ത കൂടി പങ്കുവെച്ച് നമുക്ക് പിരിയാം. മരുഭൂമിയിൽ ഒരു ഗ്രാമമുണ്ടായിരുന്നു. മഴ പെയ്തിട്ട് വർഷങ്ങളായി. സസ്യങ്ങളൊക്കെ വരണ്ടുണങ്ങി. ജീവജാലങ്ങളൊക്കെ ദാഹാർത്തരായി. മനുഷ്യരൊക്കെ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം മഴ കൊണ്ട് അനുഗ്രഹിക്കുന്നില്ല. ഒരു ദിവസം ഒരു പ്രവാചകൻ വന്നു. അവരോട് പറഞ്ഞു, ദൈവം മഴ തരാത്തത് നിങ്ങളുടെ പാപം മൂലമാണ്. നിങ്ങൾ അനുതപിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടത് ദൈവത്തിന് ബലിയായിട്ട് കൊടുക്കുമ്പോൾ ദൈവം മഴയായി അനുഗ്രഹിക്കും. അന്നു മുതൽ ആ ഗ്രാമവാസികളൊക്കെ അവർക്ക് പ്രിയപ്പെട്ടതൊക്കെ ദൈവത്തിന് മുമ്പിൽ ബലിയായി അർപ്പിച്ചു. എന്നിട്ടും ദൈവം അനുഗ്രഹിച്ചില്ല. ഒരു ദിവസം ഒരു പിതാവ് അദ്ദേഹത്തിൻ്റെ ഏകമകനുമായി ആ ഗ്രാമത്തിലെ ഏറ്റവും ഉയർന്ന മലയിലേക്ക് പോയി. ആ മലയുടെ ഉച്ചിയിൽ വിറക് കൊണ്ട് ഒരു ബലിപീഠമുണ്ടാക്കി. സ്വന്തം മകനെ തന്നെ അതിൽ കിടത്തിയിട്ട് ആ പിതാവ് ആകാശങ്ങളിലേക്ക് ശിരസുയർത്തി ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഇവനാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത്.
അവനെ ഞാൻ നിനക്ക് ബലിയായിട്ട് നൽകുന്നു. ഞങ്ങളുടെ കണ്ണുനീർ പ്രാർത്ഥന കേട്ട് നീ അനുഗ്രഹിക്കുക, മഴയെ നൽകുക. ആ പിതാവ് ഹൃദയവേദനയോടെ ആ മകനെ ബലിയായിട്ട് നൽകി. ബലിപീഠത്തിൽ അഗ്നി മേഘമായ ഉയരങ്ങളിലേക്ക് പോയി പിന്നെ തണുത്ത് മഴയായിട്ട് പെയ്തു. മഴ പെയ്യുന്നത് കണ്ട് ജനങ്ങൾ ആനന്ദിക്കാൻ തുടങ്ങി. ആ ജനമധ്യത്തിലേക്ക് കുന്നിറങ്ങി വന്ന പിതാവിനെ കണ്ട് ഓരോരുത്തർ ചോദിച്ചു, കയറിപ്പോയപ്പോൾ മകനുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ മകൻ എവിടെ? പിതാവ് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മകന് ഞാൻ ദൈവത്തിന് ബലി ചെയ്തു, അതാണ് ഈ മഴ. അന്നു മുതൽ മഴ പെയ്യുമ്പോൾ ജനം പറയും, ഈ പെയ്യുന്നത് മഴയല്ല, ഒരു പിതാവിൻ്റെ കണ്ണുനീരാണ്. അതെ, മാനവരാശി മുഴുവൻ പാപം ചെയ്തപ്പോൾ ദൈവം പ്രളയമഴ കൊണ്ട് ലോകത്തെ ശുദ്ധീകരിച്ചു. വീണ്ടും പാപമലിനത്താൽ വീണുപോയ മാനവരാശിയെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം സ്വന്തം മകനെ തന്നെ ബലിയായിട്ട് നൽകി. കാൽവരിയിൽ ദൈവം നൽകിയ സ്വന്തം മകൻ്റെ ബലിക്ക് പിന്നിൽ ഒരു പിതാവിൻ്റെ കണ്ണുനീരുണ്ട്. ഇതാ ദിവ്യകാരുണ്യം. ഈ ദിവ്യകാരുണ്യം നാം ഭക്ഷിക്കുമ്പോൾ ഓർക്കുക, ഇതിൻ്റെ പിന്നിൽ ഒരു പിതാവിൻ്റെ കണ്ണുനീരുണ്ട്. നമ്മളെ രക്ഷിക്കാൻ, അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യിക്കാൻ ദൈവം നൽകിയ ദാനമാണ് ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യനാഥ, നിനക്ക് ഞങ്ങളുടെ പ്രണാമം.